നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും രവി പെട്ടെന്ന് അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ എന്താ കാരണം? അമ്മയോട് ഇത്രയ്ക്കും മോശമായിട്ട് അവൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. കുറച്ചു നാളായിട്ടേ അവൻ നരിക്ക് മുറിഞ്ഞ പോലെ നടക്കുന്നുണ്ട്. അവന്റെ മനസ്സിൽ എന്നോടും നിന്നോടും ഒക്കെ നല്ല പകയുണ്ട് ഇന്ദിര. ഇപ്പൊ അത് അവനെ കൊണ്ട് പുറത്തെടുപ്പിക്കുന്നതേ വേറെ ആരുമല്ല, അവളാ അനുപമ. അനുപമയോ? അവളും രവിയും തമ്മിൽ എന്താ ബന്ധം? ഓ, അവര് ബന്ധം തുടങ്ങിയിട്ട് നാള് കുറെ ആയി ഇന്ദിര. ഒരിക്കൽ ഞാനത് പറഞ്ഞപ്പോ നീ അതത്ര കാര്യമായിട്ട് എടുത്തില്ലല്ലോ. ഇപ്പൊ അവന് അവക്ക് സൗകര്യമായല്ലോ. അമ്മേ, നമുക്ക് നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ചുമ്മാ ആരെ കുറിച്ച് എന്തും ഇങ്ങനെ പറയരുത്. നിനക്ക് നിന്റെ ഭാര്യയായിരുന്നവളെ കുറിച്ച് പറയുമ്പോ ഇപ്പോഴും പൊള്ളുന്നുണ്ടല്ലേ? പക്ഷേ അവൾ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയോ? നിന്നെ വേരോടെ പിഴുതെറിയാൻ ആരെയൊക്കെ കൂട്ടുപിടിക്കാമോ അവരെയൊക്കെ കൂട്ടുപിടിച്ച് നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ നോക്കി നടക്കുക അവള്. ഏയ്, അനുപമ ചിലപ്പോ എന്റെ മുമ്പിൽ മുട്ടും മടക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നടന്നിരിക്കും. ഇന്ദ്രൻ ഇല്ലെങ്കിലും അനുപമയ്ക്ക് ജീവിക്കാൻ കഴിയുമെന്ന് കാട്ടിത്തരുമായിരിക്കും. പക്ഷേ അതിനുവേണ്ടി അവൾ ഒരിക്കലും രവിയെപ്പോലെ ഒരുത്തന്റെ സഹായം സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കേണ്ടടാ. അല്ലേലും നിന്റെ അമ്മയിലുള്ള വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ രവി കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് അനുപമ തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അനുപമ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു? അല്ല, അമ്മ എവിടെ വെച്ചാ അവളെ കണ്ടേ? ഞാനവളെ അവളുടെ വീട്ടിൽ പോയി കണ്ടു. രവിയെ എന്റെ നേരെ ചാടിക്കടിക്കാൻ വന്നതേ നിന്റെ അനുപമയും തമ്മിൽ അകറ്റിയത് ഞാനാണെന്നും പറഞ്ഞോണ്ടാ. എന്റെ മുഖത്ത് നോക്കി അവൻ അത്രയും പറയണമെങ്കിലേ അതിന്റെ പിന്നിൽ അനുപമയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് പോയത്. ഈ വീട്ടിലുണ്ടായിരുന്ന മൂദേവി വീടൊഴിഞ്ഞു പോയി. ഇതിപ്പോ എന്റെ വീടാ. രവി ഇന്നിവിടെ വന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. അവൻ ഇനിയും വരും. വിളിച്ചു വരുത്തും ഞാൻ. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്യും. ദേ, അവളുടെ ഓരോ വാക്കിലും ഭാവത്തിലും ഭീഷണിയായിരുന്നു ഇന്ദിര. നീ ആ വീട് കൂടെ അവൾക്ക് സ്വന്തമായ നിന്നെ എന്നെ വഴിയിൽ കണ്ട പരസ്യമായി പിടിച്ചു നിർത്തി അപമാനിക്കാൻ അവൾ മടിക്കില്ല.